ഹായ് ഫ്രണ്ട്സ്, ചുണ്ടയ്ക്ക കൊണ്ടൊരു കറി കണ്ടാലോ? അതും ഉണക്ക ചുണ്ടയ്ക്ക കൊണ്ട്. മോരുമുളകൊക്കെ ചെയ്യുന്നത് പോലെയാണ് നമ്മൾ പച്ച ചുണ്ടയ്ക്കയും ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ചുണ്ടയ്ക്ക ഉണക്കി വെച്ചിരുന്നാൽ എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതെ ഇരുന്നോളും. ഇത് കറി വെക്കാനായി ആദ്യം തന്നെ ഒരു കടായി വെച്ച് കടലപ്പരിപ്പ്, ഉലുവ, മുഴുമല്ലി, കുരുമുളക്, അതുപോലെ തന്നെ ജീരകവും ഒരു വറ്റൽമുളകും കൂടെ ചേർത്ത്, അത് കാശ്മീരി മുളകാണ്, ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അതൊന്ന് കളറൊക്കെ മാറി വരുന്ന സമയമാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് അതൊരു മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് പൊടിച്ചു മാറ്റി വെക്കാം. എന്നിട്ടൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് എണ്ണയൊഴിച്ച് ചുണ്ടയ്ക്ക അതിലേക്കിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അതും കോരി മാറ്റിയ ശേഷം നമുക്ക് അതേ ചട്ടിയിൽ തന്നെ കടുക്, ഉലുവ, ജീരകം, വറ്റൽമുളക് ഇട്ട് കൊടുത്ത് കടുകൊന്ന് പൊട്ടിയ ശേഷം അതിലേക്ക് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നല്ല ഒരു കൈപ്പിടി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി ഒന്ന് ബ്രൗൺ കളറായിയൊക്കെ വരുന്ന സമയമാകുമ്പോഴേക്കും നമുക്കതിലേക്ക് 2 തണ്ട് കരിവേപ്പിലയും ചേർത്ത് കൊടുത്ത് അരച്ചു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പച്ചമണമൊക്കെ മാറിയ ശേഷം നമുക്കതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി ഇവ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ആ പൊടിയൊക്കെ ഒന്ന് മൂത്ത ശേഷം നമുക്കതിലേക്ക് പുളിവെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. പുളിയൊക്കെ നമ്മുടെ ആവശ്യത്തിന് എടുക്കാവുന്നതാണ്. അതും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് കറിക്ക് ആവശ്യമായ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് ചേർത്ത് കൊടുത്ത് കറിക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന ആ പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി തിളച്ചതിന് ശേഷം നമുക്കതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചുണ്ടയ്ക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. ആ ചാറൊക്കെ ഒന്ന് വറ്റി വരുന്നതിന് വേണ്ടിയിട്ട് അല്പനേരം അടച്ചു വെക്കാം. ആ ചാറൊക്കെ ഒന്ന് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്